ഹലോ, നമുക്കിന്ന് ബി ആർ ഡി കാർ ഷോറൂം, അതായത് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി ആർ ഡി കാർ ഷോറൂമിൽ നിന്ന് 100 പരം തൊഴിലവസരങ്ങളാണ് അയച്ചു തന്നിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇൻ്റർവ്യൂ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ബി ആർ ഡി കാർ ഷോറൂമിൻ്റെ ഷോറൂമുകൾ എന്ന് പറയുന്നത് ഇവിടെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഈ 4 ജില്ലയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഷോറൂമുകളുള്ളത്. അറൗണ്ട് 50 കൂടുതലാണ്ട് കാർ ഷോറൂമുകളുണ്ട്. മാരുതിയാണ് അവർ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവയുടെ വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അവർ തന്നിരിക്കുന്നത് ടെലികോളിംഗ് ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് അവർ പരിഗണിക്കുന്നത്. CRE, ടെലികോളർ, SMR എക്സിക്യൂട്ടീവ് എന്നീ 3 പോസ്റ്റുകളായിട്ടാണ് ടെലികോളിംഗ് സ്റ്റാഫിനെ അവർ പോസ്റ്റ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കെടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി പാസ്സായിരിക്കണം. ഡിഗ്രി പേപ്പർ ഏതെങ്കിലും പെൻഡിങ് ഉള്ളവരോ അങ്ങനെയുള്ള കാൻഡിഡേറ്റിനും പങ്കെടുക്കാൻ പറ്റില്ല. മിനിമം ഡിഗ്രി മസ്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സാലറി 13,000 പ്ലസ് ഇൻസെൻറ്റീവാണ് ആ ഒരു പോസ്റ്റിലേക്ക് അവർ കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്ന വേക്കൻസി ഡ്രൈവറാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതായത് കാറുകളും മറ്റും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനെ അവരെടുക്കുന്നതാണ്. എക്സ്പീരിയൻസ് മാക്സിമം 2 വർഷം വരെ മതി. ക്വാളിഫിക്കേഷൻ SSLC ആൻഡ് അബോ. മിനിമം SSLC ആണ് പറയുന്നത്. ലൊക്കേഷൻ തൃശ്ശൂർ തന്നെയാണ്. സാലറി 13,000 പ്ലസ് ഓവർ ടൈമാണ് സാലറി. ഓക്കെ, മൂന്നാമത് പറയുന്ന വേക്കൻസി ഇൻഷുറൻസ് കളക്ഷൻ എക്സിക്യൂട്ടീവാണ്. മെയിൽ കാൻഡിഡേറ്റിനാണ് പറയുന്നത്. കാരണം ഫീൽഡ് വർക്കും അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്. അതിൻ്റെ കൂടെ ഡാറ്റ എൻട്രി വർക്കും കൂടി വരും. കാരണം ഇതിൻ്റെ ഡാറ്റ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എക്സലിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ എൻട്രി അത്യാവശ്യം സിസ്റ്റം നോളജുള്ള ആളുകളെയായിരിക്കും പരിഗണിക്കുക. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും പങ്കെടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ SLC +2 ഡിഗ്രിയോ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും കുഴപ്പമില്ല. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ലൊക്കേഷൻ വരുന്നത്. സാലറി 12,000 പ്ലസ് ഇൻസെൻറ്റീവ് പ്ലസ് ഓവർ ടൈമാണ് അവർ കൊടുക്കുന്നത്. നാലാമത് വരുന്ന വേക്കൻസി സ്പെയർ അസിസ്റ്റൻ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ് ആണ്. എക്സ്പീരിയൻസ് 1-2 വർഷം എക്സ്പീരിയൻസ്, 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തിൽ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് അവർ സ്പെയർ അസിസ്റ്റൻ്റായിട്ട് നോക്കുന്നത്. ക്വാളിഫിക്കേഷൻ ITI ഡിപ്ലോമ, ITIയോ ഡിപ്ലോമയോ കഴിഞ്ഞ കാൻഡിഡേറ്റിനെയാണ് അവർ നോക്കുന്നത്. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലാണ്. സാലറി 13,000 പ്ലസ് ഇൻസെൻറ്റീവ് ഓവർ ടൈമും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറാണ്. എക്സ്പീരിയൻസ് 5 മുതൽ 6 വർഷം വരെ, അതായത് മിനിമം ഒരു 5 വർഷമെങ്കിലുമാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആവശ്യം. ജസ്റ്റ് എക്സ്പീരിയൻസ് മാത്രം പോരാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ പരിഗണിക്കുക. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. ലൊക്കേഷൻ തൃശ്ശൂർ തന്നെയാണ്. സാലറി 40,000 രൂപ വരെ സാലറിയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി മെക്കാനിക്കാണ്. 1-2 വർഷം എക്സ്പീരിയൻസ്. ക്വാളിഫിക്കേഷൻ ITI അല്ലെങ്കിൽ ഡിപ്ലോമ, ഇതിലേതായാലും കുഴപ്പമില്ല. അതും തൃശ്ശൂർ വരുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തിരുച്ചല്ലൂർ, കുരിയച്ചിറ, പിന്നെ കുന്നംകുളം, ഇരിങ്ങാലക്കുട, അതായത് തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് അവർക്ക് മെക്കാനിക്കിന് ആവശ്യമായി വന്നിരിക്കുന്നത്. സാലറി പറഞ്ഞ 14,000 പ്ലസ് ഇൻസെൻറ്റീവ് പ്ലസ് ഓവർ ടൈമാണ് ആ മെക്കാനിക്കിൻ്റെ സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ള, അതായത് 1 വർഷമോ 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെ മതി അവർക്ക്. കാരണം ബാക്കി അവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാലറി ഇൻക്രിമെൻറ്റും ഉണ്ടാകും. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി ഫിനാൻസ് കോർഡിനേറ്റർ ആണ്. എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ്. ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഡിഗ്രി മസ്റ്റാണ്. ലൊക്കേഷൻ തൃശ്ശൂർ. സാലറി 30,000 പ്ലസ് ആണ് അവർ സാലറി പ്ലസ് ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. പിന്നീട് സെയിൽസ് ട്രെയിനിയാണ്. ഒരു 5-6 വർഷം ഓട്ടോമൊബൈൽ മേഖലയിൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. വെറും എക്സ്പീരിയൻസ് പോരാ, ഓട്ടോമൊബൈൽ മേഖലയിൽ 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് ആവശ്യം. ഇത് എറണാകുളം ജില്ലയിലെ ഇരുമ്പനത്തേക്കാണ്. സാലറി 40,000 പ്ലസ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിന് ഓട്ടോമൊബൈൽ മേഖലയിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനി സെയിൽസ് എക്സ്പീരിയൻസ്, ഓട്ടോമൊബൈൽ മാത്രം വേണമെന്നില്ല, ഏത് മേഖലയിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പങ്കെടുക്കാം. ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ. ക്വാളിഫിക്കേഷൻ +2 ആൻഡ് എബോ ആണ്. തൃശ്ശൂരും എറണാകുളം പാലക്കാടും അവർക്ക് ആവശ്യമാണ്. സാലറി 15,000 പ്ലസ് ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വേക്കൻസി റിലേഷൻഷിപ്പ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ്.
അവിടെ നമുക്ക് വരുന്നത് ഫീൽഡ് സെയിൽസ് ആണ്. അതായത് നെക്സ കാർ, മാരുതിയുടെ നെക്സ എന്ന് പറയുന്ന കാറിൻ്റെ സെയിൽസിലേക്കാണ് അവർക്ക് ആളെ ആവശ്യം, അതായത് റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റ്. ഓക്കെ, അവിടെ എക്സ്പീരിയൻസ് 1-2 വർഷം ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ എനി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസോ എക്സ്പീരിയൻസ് മാനേജിങ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത്. ഇനി 3 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയും ചോദിക്കുന്നുണ്ട്. ലൊക്കേഷൻ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, ഈ 3 ജില്ലയിലും അവർക്ക് വേക്കൻസി ഉണ്ട്. സാലറി 30,000 പ്ലസ് ഇൻസെൻറ്റീവാണ്. മറ്റൊരു വേക്കൻസി ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ് മാത്രമായിട്ടാണ് നോക്കുന്നത്, കാരണം ഷോറൂമിനകത്തുള്ള വേക്കൻസിയാണ്. അവിടെ 1-2 വർഷം ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും പരിഗണന കൊടുക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഇനി ഡിഗ്രിയാണ്. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ്. സാലറി 15,000 പ്ലസ് ഇൻസെൻറ്റീവ്. പിന്നെ ബോഡി ഷോപ്പ് അഡ്വൈസർ വേക്കൻസി ഉണ്ട്. അത് 2 മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ്. ഇപ്പോൾ 2 വർഷമോ 3 വർഷമോ 3.5 വർഷമോ 4 വർഷത്തിൽ താഴെയും 2 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ബോഡി ഷോപ്പ് അഡ്വൈസറായിട്ട് എടുക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരും എറണാകുളവുമാണ്. 2 ജില്ലയിലും വിവിധ പ്രദേശങ്ങളിലേക്ക് അവർക്ക് വേക്കൻസി ഉണ്ട്. സാലറി 18,000 പ്ലസ് ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. മെയിലോ ഫീമെയിലോ ഏതായാലും കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷറോ അല്ലെങ്കിൽ ഫ്രഷർ ആയാലും കുഴപ്പമില്ല. ഓക്കെ, കമ്പനി സെക്രട്ടറി മെമ്പർഷിപ്പ് മസ്റ്റായിട്ട് വേണം. അതായത് കമ്പനി സെക്രട്ടറിയിൽ മെമ്പർഷിപ്പുള്ള കാൻഡിഡേറ്റിനെ മാത്രമാണ് അവർ നോക്കുന്നത്. പിന്നെ WFH ക്വാളിഫിക്കേഷൻ, പിന്നെ പറയുന്നത് കമ്പനി സെക്രട്ടറി CS. ഓക്കെ, ക്വാളിഫിക്കേഷൻ CS ഉള്ളവർക്കും കുഴപ്പമില്ല. ലൊക്കേഷൻ BRD സെക്യൂരിറ്റി ലിമിറ്റഡ്, കുന്നംകുളത്തേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് BRDയുടെ തന്നെ മറ്റൊരു ഫിനാൻസ് സ്ഥാപനമാണ് BRD സെക്യൂരിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത്. കുന്നംകുളം തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തേക്കാണ്. പിന്നെ BRD ഫിനാൻസ് ലിമിറ്റഡ് കുന്നംകുളം. സാലറി ബസ്, അതായത് നിലവിലെ സാലറി എത്രയാണോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ സാലറിയോടുകൂടി ഇവിടെ ഈ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ മാനേജർ. ഓക്കെ, അത് 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഓട്ടോമൊബൈൽ മേഖലയിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ മാനേജർ മേഖലയിൽ 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത്. ഡിഗ്രി മസ്റ്റാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അവർ വേക്കൻസി ഉള്ളത്. അത് തൃശ്ശൂർ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ. സാലറി 20,000-നും 25,000-നും ഇടയ്ക്കാണ്. പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി സർവീസ് അഡ്വൈസർ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. 2-4 വർഷം എക്സ്പീരിയൻസ്. ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഏതിലൊക്കെയാണ്? ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖലയിൽ. ഓക്കെ, ക്വാളിഫിക്കേഷൻ +2 ആയാലും കുഴപ്പമില്ല. തൃശ്ശൂരും എറണാകുളം പാലക്കാടും വേക്കൻസി ഉണ്ട്. 15,000 രൂപ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീം ലീഡറാണ്. എക്സ്പീരിയൻസ് 2-4 വർഷം ഓട്ടോമൊബൈൽ മേഖലയിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിനുള്ളവരെ പരിഗണിക്കുക. ക്വാളിഫിക്കേഷൻ ഇനി ഡിഗ്രി അല്ലെങ്കിൽ +2 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ ലൊക്കേഷൻ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്. സാലറി 25,000 പ്ലസ് ഇൻസെൻറ്റീവാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു വേക്കൻസി ബ്രാഞ്ച് മാനേജറാണ്. 4-5 വർഷം ഓട്ടോമൊബൈൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുക. +2 ക്വാളിഫിക്കേഷൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ഈ 3 ജില്ലയിലും ബ്രാഞ്ച് മാനേജേഴ്സിന് ആവശ്യമുണ്ട്. 30,000 കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വേക്കൻസി നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ താഴെ കാണുന്ന മെയിൽ ID-യിലേക്ക് ഹിരൺ സാറിൻ്റെ മെയിൽ ID-യിലേക്ക് റെസ്യൂം സെൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ വേണമെങ്കിൽ നേരിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ അവരുടെ ഹെഡ് ഓഫീസ് BRDയുടെ കാർവെൽ ഷോറൂമുണ്ട്. അവിടെ അതിൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരവും പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സാലറി ഓരോ വർഷം നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് വരുന്നതാണ്. മാക്സിമം ഈ പറഞ്ഞ ഏതൊരു കമ്പനിയിലായാലും ഒരു 3-4 വർഷം നമ്മളവിടെ സ്ഥിരമായി വർക്ക് ചെയ്യുമ്പോൾ ഓരോ വർഷം സാലറി ഇൻക്രിമെൻറ്റ് വരും. കൂടാതെ എക്സ്പീരിയൻസ് ആയി നമ്മൾ മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻ്റ് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സാലറി കുറവാണോ കൂടുതലാണോ എന്നുള്ളൊരു ചർച്ചയെ വേണ്ട. പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് മറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് മാത്രം നമ്മൾ അങ്ങോട്ട് മാറുവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യുക.